ഗയ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോ ഒരു അടിപൊളി ചാലഞ്ച് ചെയ്തിരിക്കുന്നു. ഡോൾ മിനി വേൾഡ് മേക്കിംഗ് ചാലഞ്ച്. അപ്പോൾ ഇന്ന് നമ്മൾ നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഡോളിന്റെ 3 മിനി വേൾഡ് ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. ഈ മിനി വേൾഡിന്റെ ഉള്ളില് നമ്മളുടെ ഡോളുടെ ഹൗസ് ഉണ്ടാവും, ഡോളിന്റെ ഫ്ലവർ ഷോപ്പ് ഉണ്ടാവും, ഡോളിന്റെ സൂപ്പർ മാർക്കറ്റ് വരെ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നുണ്ട്. അതായത് ഇപ്പൊ എന്റെ മുന്നിലുള്ളത് നല്ല പർപ്പിൾ കളറിലുള്ള ഡോളിന്റെ ഒരു ഫ്ലവർ ഷോപ്പാണ്. ഇതിപ്പോ കണ്ടാലും മൊത്തം എംപ്റ്റി ആയി കിടക്കാണ്. പക്ഷെ ഇത് നിറയ്ക്കാനുള്ള സ്റ്റിക്കേഴ്സ് ഇവിടെ നമ്മുടെ മുന്നിലായിട്ടുണ്ട് കേട്ടോ. ഈ സ്റ്റിക്കേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു മിനി വേൾഡ് ക്രിയേറ്റ് ചെയ്തെടുക്കേണ്ടത്. ഈ സ്റ്റിക്കേഴ്സ് നമ്മൾ ഇതിൽ നിന്ന് എടുത്തിട്ട് ഇതിലേക്ക് ഒട്ടിച്ചൊട്ടിച്ച് ശരിക്കും ഒരു ഫ്ലവർ ഷോപ്പ് പോലെ ഇത് കാണാനുണ്ടാവും. ഒരു ഫ്ലവർ ഷോപ്പ് നമ്മൾ ആക്കി മാറ്റണം. ഇത് കണ്ടോ, കേറി വരുന്ന സ്റ്റെപ്പ് ഉണ്ട്. അപ്പൊ ഈ സ്റ്റെപ്പിന്റെ ഇവിടെയൊക്കെ ആയിട്ട് നമുക്ക് ഇത്രയും സ്റ്റിക്കേഴ്സ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാം. ഇത് മാറ്റ് ആണ്. അപ്പൊ ഈ മാറ്റ് ഇവിടെ നമുക്ക് കൊടുക്കാം. അങ്ങനെ നല്ല രസമായിട്ട് നമ്മുടെ ഡോളിന്റെ മിനി വേൾഡ് ഉണ്ടാക്കിയെടുക്കാൻ പോവാണ്. ഇനി അടുത്തത് പിങ്ക് കളറാണ്. പിങ്ക് കളർ എന്ന് പറയുന്നത് ഡോളിന്റെ വീടാണ് കേട്ടോ. അപ്പൊ ഡോളിന്റെ വീടിന്റെ ഉള്ളിലേക്കുള്ള സാധനങ്ങളാണ് നമ്മളെ മുന്നിൽ കാണുന്നത്. ഇത് മൊത്തം ഫർണിച്ചേഴ്സ്, ഡ്രസ്സ്, ഡോള്, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഉണ്ട്. അപ്പൊ ഈ സ്റ്റിക്കേഴ്സ് മൊത്തം വെച്ചിട്ട് നമ്മൾ ഇതിന്റെ ഉള്ളിൽ ഡോളിന്റെ ഒരു ഹൗസ് മേക്ക് ചെയ്തെടുക്കും. ഇതിന്റെ മുന്നിലുള്ളത് ഡോളിന്റെ ഒരു സൂപ്പർ മാർക്കറ്റ് ആണ് ഗൈസ്. അതിനുള്ള ഒരു സ്പേസ് ആണ് ഈ ബ്ലൂ കളറിൽ കാണുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള സ്റ്റിക്കേഴ്സ് ആണ് ഇതിന്റെ മുന്നിലുള്ളത്. ഇതിൽ കുറെ ജാമിന്റെ ബോട്ടിൽ, കെച്ചപ്പ്, പിന്നെ കുറെ സ്റ്റേഷനറി ഐറ്റംസ്, ഫ്രിഡ്ജ്, അങ്ങനത്തെ കൗണ്ടർ അടക്കമുണ്ട്. അതൊക്കെ നമ്മൾ ഈ ബ്ലൂ കളറിന്റെ ഉള്ളിൽ ഒട്ടിച്ചൊട്ടിച്ച് ശരിക്കും ഒരു ഡോളിന്റെ ഒരു സൂപ്പർ മാർക്കറ്റ് ആക്കി മാറ്റിയെടുക്കാം. എങ്ങനെ വേണമെങ്കിലും ആക്കാം. കാരണം നമ്മുടെ മുന്നിൽ എക്സ്ട്രാ വേറെ സ്റ്റിക്കേഴ്സും ഉണ്ട്. ഇതൊക്കെ വെച്ചിട്ട് കണ്ടോ, ആ മുന്നിൽ അത്രയും സ്റ്റിക്കേഴ്സ് ഉണ്ട്. അതിൽ നമുക്ക് ടി.വി, വാഷിംഗ് മെഷീൻ, ഫ്രിഡ്ജ് ഉള്ള സാധനങ്ങൾ മൊത്തം ഉണ്ട്. അപ്പൊ ഡോളിന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സൂപ്പർ മാർക്കറ്റിൽ ഒരു ടി.വി ഒക്കെ വെച്ചു സൂപ്പർ മാർക്കറ്റ് ടി.വി എല്ലാം നമുക്ക് CCTV ആയിക്കോട്ടെ. നമ്മളെ ഇഷ്ടമുള്ള പോലെ ആ ഒരു വേൾഡ് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ ഇന്നൊരു ഡോൾ വേൾഡ് ഉണ്ടാക്കി എടുക്കാൻ പോവുകയാണ്. പക്ഷേ ഈ മുന്നിലിരിക്കുന്ന ഒന്നും നമ്മളതല്ല. അതെ, അതിനുള്ള ലോട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. ഓരോന്നിനും ഓരോ കളേഴ്സിന് അടിയാവാൻ പാടില്ലല്ലോ. അതുകൊണ്ട് ലോട്ട് ഇട്ടിട്ടാണ് നമുക്ക് ഏത് കളറാണ് കിട്ടുന്നത് തീരുമാനിക്കാം. അപ്പൊ നമുക്ക് തുടങ്ങാം. ആർക്കാണ് ഡോളിന്റെ വീട് കിട്ടുക, ഫ്ലവർ ഷോപ്പ് കിട്ടുക, സൂപ്പർ മാർക്കറ്റ് കിട്ടുക നോക്കാം. എനിക്ക് പിങ്കിനോടും പർപ്പിളിനോടും ഒരു ഇഷ്ടമുണ്ട്. എനിക്ക് ഫ്ലവർ ഷോപ്പ് കിട്ടിയാൽ കൊള്ളാന്നുണ്ട്. ഫ്ലവർ ഷോപ്പ് കുഴപ്പമില്ല, ഏതെങ്കിലും കുഴപ്പമില്ല. എല്ലാരും വളരെ സമാധാനപ്രിയാണ്. എനിക്ക് പിങ്ക് ആണ് കിട്ടിയത്. എനിക്ക് ബ്ലൂ ആണ് കിട്ടിയത്. ശ്രീക്ക് ഫ്ലവർ ഷോപ്പ്, എനിക്കാണ് ഹൗസ് റൂം ക്രിയേറ്റ് ചെയ്യാനുള്ളത്. എനിക്കാണ് സൂപ്പർ മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള കിട്ടിയത്. എനിക്ക് ഭയങ്കര ഇഷ്ടം. എനിക്ക് പർപ്പിൾ ശ്രീക്ക് അങ്ങോട്ട് മാറ്റണ്ട, ഞങ്ങൾക്ക് മാറ്റി എനിക്ക് മാറ്റണ്ട. അപ്പൊ എനിക്ക് കിട്ടിയ പർപ്പിൾ ഫ്ലവർ ഷോപ്പിലേക്ക് സ്വാഗതം. ഇപ്പൊ എംപ്റ്റി ആയി കിടക്കുകയാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ സ്റ്റെപ്പ് കയറി വന്നാൽ ഇവിടെ ഒരുപാട് പണികൾ നമുക്ക് തീർക്കാനുണ്ട്. ഇവിടെയൊക്കെ ടൈൽ ഇട്ടതാണ്, അതിനോട് കുഴപ്പമില്ല. ഇവിടെ ഒരു ജനാലയുണ്ട്. പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് പോകുമ്പോൾ ഇവിടെ എനിക്ക് തോന്നുന്നു ഈ ചെടി കടുക്കി പെറുക്കി വെക്കാനുള്ള സ്ഥലം. ഇവിടെ ഉണ്ട് ഒരു ഷെൽഫ്. ഞങ്ങളുടെ വീട് സൂപ്പർ മാർക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ട് കൈമാറാണ്. എന്തായാലും ഡോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകും. കാര്യം വീട്ടിൽ നിന്ന് സൂപ്പർ മാർക്കറ്റ് പോയാലേ സാധനം കിട്ടുള്ളൂ. ഇനി ഇതിന്റെ സൂപ്പർ മാർക്കറ്റിലേക്ക് സ്വാഗതം. ഈ സൂപ്പർ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇത് ഗ്ലാസ് ആണ് കേട്ടോ. ഫുള്ള് ഗ്ലാസ് ആണ്. ഇങ്ങനെ ട്രാൻസ്പെറന്റ് ആയിട്ട് കാണുന്നതാണ്. പിന്നെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സൂപ്പർ മാർക്കറ്റ് ആണ് ഇപ്പൊ ഉള്ളത്. ഒന്നും ഇവിടെ വെച്ചിട്ടില്ല. അപ്പൊ എനിക്ക് ഒരുപാട് സാധനങ്ങൾ ഇവിടെ സെറ്റ് ചെയ്യാൻ. ഇതിന്റെ ഡോൾ ഹൗസ് ആണ് ഗൈസ്. വെറും പിങ്ക് ആയിട്ട് കിടക്കുന്ന ഒരു റൂം മാത്രമാണ്. നല്ല ഭംഗിയുള്ള കർട്ടൻസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ചെറിയ കർട്ടൻസ് ആണ്. ഇതിന്റെ കൂടെ നമുക്ക് അതല്ലാതെ ആഡ് ചെയ്യാനുള്ള കർട്ടൻസ് ഒക്കെ ഞാൻ അവിടെ കാണുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് ഒട്ടിച്ചിട്ട് നല്ല ഭംഗിയുള്ള റൂം ആക്കി നമുക്ക് മാറ്റണം. ഞാൻ സ്റ്റാർട്ട് ചെയ്തു. ആദ്യം കയ്യിൽ എന്തൊക്കെയാ ഉള്ളത് നോക്കട്ടെ കേട്ടോ. നമുക്കത് ഇങ്ങനത്തെ 3 സ്റ്റിക്കർ സെറ്റ് ആണ്. കാരണം ഇത്രയും വലുതാണല്ലോ. അതിനോട് ഇതിൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് വലിയ സ്റ്റിക്കർ സെറ്റ് തന്നെയാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. ഇത്രയും സ്റ്റിക്കേഴ്സ് ഉള്ളത്. ഇത് മാറ്റാണ്. പിന്നെ 2 കസേര ഉണ്ട്, 2 ടീപ്പോയ് ഉണ്ട്. ഇതൊരു മാറ്റാണ്. ഇത് കണ്ടോ, ഇത് ഇവിടെ വടി പോലെ ഇങ്ങനെ ഇവിടെ കൊടുക്കാനുള്ളതാണ് കേട്ടോ. ബാക്കി ഇത്രയും ഡോൾസ് ഇങ്ങനെയാണ് ഇത് ശരിക്കും സെറ്റ് ചെയ്യേണ്ടത്. നമുക്ക് ബാക്കി എക്സ്ട്രാ സ്റ്റിക്കേഴ്സ് ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ എല്ലാണ്ടും ആക്കാം. അപ്പൊ ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഗൈസ്. ഞാൻ മാറ്റ് ഇടാൻ പോവാണേ. നല്ല ഫ്ലവറിന്റെ ഷേപ്പിലുള്ള മാറ്റ് ആയതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ മാറ്റ് പില്ലുണ്ട്. ഞാൻ ആദ്യം പില്ലു ആണെന്ന്. പിന്നെയാണ് എനിക്ക് നിലത്തിടേണ്ട മാറ്റ്. അങ്ങനെ ഫസ്റ്റ് മാറ്റ് ഇട്ട് ഇനിയിപ്പോ ഇത് ഫ്ലവർ ഷോപ്പിൽ ഫ്ലവേഴ്സ് ഉണ്ടാവില്ലേ? അത് ശരിയാണല്ലോ.
ഈ കുട്ടീനെ നമുക്കത് ഇവിടെ വെക്കാം, അപ്പൊ മാറ്റിൽ നിൽക്കുന്നത് പോലെ ഉണ്ടാവും. ഷാമി ആകെ സങ്കടത്തിലായി പോയി. ഞാൻ ഉദ്ദേശിച്ചത് ഗൈസ് നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സ് ഉണ്ടല്ലോ, എനിക്കിത് കിട്ടണമെന്നുണ്ടായിരുന്നു. കൊറേ ഫ്ലവേഴ്സ് ഉണ്ടല്ലോ, അതാ ശ്രീ ചോദിച്ചത്. ഞാൻ പിന്നെ പണി തുടങ്ങാൻ പോവാണ് ഗൈസ്, ഇവര് കേട്ടിരുന്നു കഴിഞ്ഞാൽ ശരിയാവില്ല. ഞാനിതാ ഫസ്റ്റ് തന്നെ റോഡാട്ടോ സെറ്റ് ചെയ്യുന്നത്, അതായത് ട്രാൻസ്പെറന്റ് ആണല്ലോ. അപ്പൊ ഇതാ ഇവിടുന്ന് ഇങ്ങനെ ഈ ഒരു അപ്പുറത്ത് റോഡാണുള്ളത്, ഒരു ഡെസ്ക് ഒക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് ഇതിങ്ങനെ പറിച്ചെടുത്തിട്ട് ഇവിടെ ഒട്ടിക്കാം. ആദ്യം തന്നെ നമുക്ക് ഇങ്ങനെ പുറത്തോട്ടുള്ള ആ ഒരു വ്യൂ എടുത്തിട്ട് ഇവിടെ ഒട്ടിക്കാം. അപ്പോൾ ഇങ്ങനെ എടുക്കാൻ നല്ല രസമുണ്ടോ? അതെനിക്ക് വലിയ ബാലൻസ് ഇല്ല. അപ്പൊ നമുക്ക് ഇതെടുത്തിട്ട് ഈ ഒരു കോർണറിലായിട്ട് നമുക്ക് ഇങ്ങനെ ഇവിടെ ഒട്ടിച്ചു കൊടുക്കാം. ഹായ്, ഇപ്പൊ കണ്ടോ ഇങ്ങനെ പുറത്തേക്ക് ഒരു വ്യൂ ഉള്ള പോലെ തോന്നുന്നില്ലേ? ഒരു 3D എഫക്റ്റ് ഇല്ലേ ഇതിന്? നല്ല രസമുണ്ട് ഗയ്സ്. ഇവിടെ റോഡ്, ഇവിടെ ഈ ഒരു ഡെസ്ക്, അതായത് ആൾക്കാർക്ക് സൂപ്പർ മാർക്കറ്റിനുള്ളിൽ ഇരിക്കാനുള്ള ഒരു ഡെസ്ക്, പിന്നെ ഇവിടെ ചെടികളുണ്ട്, ഇവിടെ വേലിയുണ്ട്. അപ്പൊ ഇവിടുന്ന് നോക്കുന്ന സമയത്ത് പുറത്തേക്കുള്ള റോഡാണ് ഇവിടെ കാണുന്നത്. ഇതിന്റെ കൂടെ കിട്ടി എനിക്ക് വേറെ 2 സ്റ്റിക്കേഴ്സും കൂടി കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിലിത് കണ്ടോ കുറെ മാറ്റുകൾ ഉണ്ട്. ഇത് കണ്ടോ, ഇതിപ്പോ സ്റ്റെപ്പ് കയറി പോകുന്ന പോലെ ബാക്ക്ഗ്രൗണ്ട് ഉള്ളത്. അപ്പൊ ഈ സ്റ്റെപ്പ് കയറിയിട്ട് നമ്മള് പുറത്തുനിന്ന് കയറി വരുമ്പോ അപ്പൊ തന്നെ ഒരു മാറ്റ് ഇടണ്ടേ. അപ്പൊ ഒന്നെങ്കിൽ ഈ മാറ്റ് ഇടാം, അല്ലെങ്കിൽ ഇതിടാ. അപ്പൊ നമ്മള് ഈ ഒരു ബ്ലൂ കളർ മാറ്റ് ഇതിൽ കട്ട് ചെയ്തെടുത്തിട്ട് ഇവിടെ ഒട്ടിച്ചു കൊടുക്കാൻ പോവാണ് കേട്ടോ. ഇത് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം ഗൈസ്. ഇത് അങ്ങനത്തെ ഒരു സ്റ്റിക്കർ നോട്ടാണ്. നമ്മൾ കട്ട് ചെയ്ത് വേണ്ടത് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാനുള്ളതാട്ടോ. ഇത് കറക്റ്റ് ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ആദ്യം. ഇത് കണ്ടോ, ഞാൻ 2 സെറ്റ് ആയിട്ട് ഇവിടെ ഫ്ലവേഴ്സ് കൊടുത്തിട്ടുണ്ട്. ശരിക്കും ഒറ്റ സെറ്റ് ഉണ്ടായിരുന്നുള്ളൂ, പക്ഷെ നമുക്ക് കുറെ സ്റ്റിക്കേഴ്സിലുണ്ട്. ഇങ്ങനെ നല്ല രസമില്ലേ? ഈ കേറി വന്നിട്ട് സൈഡിൽ തന്നെ ഫ്ലവേഴ്സിന്റെ വലിയൊരു കളക്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ ഈ റാക്കിന്റെ മുകളിൽ കുറച്ച് ഫ്ലവേഴ്സ് കൊടുക്കാം അല്ലെ? ഇങ്ങനെ തൂങ്ങി കിടക്കുന്ന ഫ്ലവേഴ്സ് ഒക്കെ കൊടുത്താൽ നല്ല ഭംഗിയുണ്ടാവും. അപ്പൊ നമുക്ക് ഇതാണ് ഇപ്പൊ കയ്യിലുള്ള ഇത് തന്നെ. ഇത് നമുക്ക് ഇവിടെ കൊടുക്കാം ഗൈസ്. എനിക്കിത് കൈകൊണ്ടേ ബാലൻസ് ഉള്ളൂ, അതിനോണ്ട് ഇതിങ്ങനെ പറിച്ചിട്ട് ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ ഹാങ് ചെയ്ത് കിടക്കുന്ന രീതിയിൽ ഇങ്ങനെ നമുക്ക് കുറച്ച് രീതിയിൽ ഇവിടെ വരെ കൊടുക്കാം കേട്ടോ. അതിനത് അടുത്തൊരു സ്റ്റിക്കർ സെറ്റും കൂടെ എടുക്കുക, അതിന് ഇതും കൂടി എടുക്കുക. ഇതിന്റെ തൊട്ടടുത്ത് ഇങ്ങനെ ഒട്ടിച്ചെടുക്കുക. നല്ല രസമല്ലേ? ഇപ്പൊ ഇവിടെ ഫ്ലവേഴ്സ് ആയി. ഇവിടെ ഓൾറെഡി പ്രിന്റ് ഉണ്ടായിരുന്നു, ഇതിന്റെ അതേ മാച്ച് ആയിട്ട് വരുന്ന പോലെ ഉണ്ട്. ഇത് ഇതേപോലെ തന്നെ മാച്ച് ആയി വരുന്നുണ്ട്. അപ്പൊ ഇനി ഇങ്ങനെ കൊടുത്തു. എനിക്ക് ഇവിടെ ഒരു ഫ്ലവർ വൈസ് വെക്കാനുണ്ടായിരുന്നു. ഫ്ലവർ വൈസ് ഇത് വെക്കല്ലേ, കുഞ്ഞ് ഫ്ലവർ വേസ് നമുക്ക് ഇങ്ങനെ എടുത്തിട്ട്, അയ്യോ ഭയങ്കര കുഞ്ഞായി പോയി, സാരില്ല ഗൈസ്, നമുക്ക് ഈ സെന്ററിലേക്ക് ആക്കിയിട്ട് ഇങ്ങനെ കൊടുക്കാം. ഈ കേറി വരുന്ന ഈ ഒരു സൈഡിലായിട്ട് നമുക്ക് ഈ ഒരു കൗണ്ടർ ഇവിടെ അങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇപ്പൊ ഇവിടെ കൗണ്ടർ സെറ്റ് ചെയ്ത് ഇവിടെ പുറത്തേക്കുള്ള ആ ഒരു വ്യൂ സെറ്റ് ചെയ്ത് ഇനി നമുക്ക് ഇവിടെ ഷെൽഫ് വെച്ചു കൊടുക്കാനുണ്ട്, പിന്നെ ഇവിടെ ഫ്രിഡ്ജ് ഒക്കെ വെച്ചു കൊടുക്കാണ്ട് ഗൈസ്. അടുത്ത ഗൈസ് ഞാനിതാ ആദ്യം ഇവിടെ 2 തൂണ് ഇങ്ങനെ സ്റ്റാക്ക് ചെയ്ത് വെച്ചു കൊടുത്ത് ഇങ്ങനെ മേലെ വെച്ചപ്പോൾ ഒരു വലിയ തൂണ് പോലെ ആയിട്ടോ. ഇനി ഇപ്പുറത്ത് ഞാൻ ഡ്രസ്സ് വെക്കുന്ന 2 അറകൾ പോലത്തെ സംഭവം സെറ്റാക്കാണ്. അപ്പൊ 2 എണ്ണം നമുക്ക് ഇങ്ങനെ അടുപ്പിച്ച് വെച്ചു കൊടുക്കാം, അപ്പം ഒന്നിച്ചുള്ള പോലെ ഉണ്ടാവും. ഞാനിവിടെ കോഫി മെഷീനൊക്കെ സെറ്റ് ചെയ്തോണ്ടിരിക്കുക. ഇത് കണ്ടോ, 2 എണ്ണം ഇങ്ങനെ ഡ്രസ്സ് വെക്കുന്നത് പോലെ ആയിട്ടോ. ഇതിൽ കണ്ടോ ഡ്രസ്സുകളുണ്ട്. ഇത് നമുക്ക് ഇങ്ങനെ എടുത്തിട്ട് ഈ ഹാങ്ങറിന്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി കണ്ടപ്പോ എനിക്ക് അങ്ങനെ വെച്ചോ കാണിച്ചേ. ഹാങ്ങറിന്റെ മുകളിൽ ഡ്രസ്സ് ഞാൻ നോക്കട്ടെ. അതാ ഡ്രസ്സ്, ഈ ഡ്രസ്സ് വെച്ചോ, അത് വലുതായി പോകും. ഇതെന്ന് വെച്ചോ. ഇവിടെ എങ്ങനെ ഗൈസ് ചെറിയ സാധനം ആയതുകൊണ്ട് സാധനമുണ്ട്, നമ്മൾ കയ്യിൽ ഒതുങ്ങുന്നില്ല അത്. അയ്യോ നല്ല രസമുണ്ട്, നല്ല ഭംഗിയുണ്ട് ഗൈസ്. ഇവിടെ 2 ഇങ്ങനെ ഡ്രസ്സ് വെക്കുന്ന ഏരിയ സെറ്റായി, ഇവിടെ തൂണ് സെറ്റായി, ഇവിടെ മാറ്റ് സെറ്റായി. ഇനി നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കാം ഗൈസ്. ഞാനിത് ഇവിടെ എത്തി. ഞാനിത് എന്താ വെച്ചാല് ചെറിയൊരു എന്താ പറയുക ഒരു കൗണ്ടർ പോലത്തെ ഒരു സംഭവം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിന് തൊട്ട് താഴെയായിട്ട് മേശ ഇട്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ഈ മേശ എയറിൽ നിൽക്കുന്ന പോലെയാണ്. അത് മാറ്റാൻ വേണ്ടിയിട്ട് മെയിൻ കൗണ്ടർ നമുക്ക് എൽ ഷേപ്പിൽ ഇവിടെ ഉണ്ട്. പക്ഷെ ഇത് ഭയങ്കര ചെറുതായി പോയി. അപ്പൊ ഞാൻ ഈ 2 കൗണ്ടേഴ്സ് ഇങ്ങനെ എടുക്കാൻ പോവാണ്. ഒരു കൗണ്ടർ ഏകദേശം ഇവിടെ ഇങ്ങനെയാണ് വരിക. അപ്പൊ ബാക്കി ഈ സ്ട്രൈറ്റ് ആയിട്ടുള്ള ഇത്രയും പോർഷൻ നമുക്ക് കൂടെ കട്ട് ചെയ്തെടുക്കാം. കറക്റ്റ് ഇങ്ങനെ നമുക്ക് അങ്ങോട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിന്റെ ഓവർലാപ്പ് ചെയ്യുന്ന രീതിയിൽ ഇങ്ങനെ അങ്ങോട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഈ എൽ ഷേപ്പിലുള്ള കൗണ്ടർ ഇതിന്റെ കണ്ടിന്യൂഷൻ പോലെ ഇവിടെ നിന്ന് അല്ല വേണ്ട ഇവിടെ നിന്ന് തുടങ്ങാം. ഇവിടെ നിന്ന് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പൊ ഇത് നീളത്തിലുള്ള വലിയൊരു കൗണ്ടർ ആയിട്ടോ. അങ്ങനെ നമ്മൾ കൗണ്ടർ സെറ്റ് ചെയ്തു. ഞാനിത് ഇവിടെ എന്താണ് ഇങ്ങനെ ഷെൽഫൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് ഫ്ലവേഴ്സ് ഒക്കെ ഇവിടെ ഉണ്ട്. പിന്നെ ഫ്ലവേഴ്സ് പാക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സഞ്ചിയൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. അപ്പൊ ഇനി നമുക്കിത് ഈ കൗണ്ടറിലേക്ക് വരാം. കൗണ്ടറിൽ മെയിനായിട്ട് എന്തെങ്കിലും ഒരു സാധനം വേണം. നമുക്ക് കമ്പ്യൂട്ടർ കൊടുക്കായിരുന്നു. ഈ കമ്പ്യൂട്ടർ എന്ത് ചെറിയ കമ്പ്യൂട്ടർ നോക്കിയേ, ഈ കുഞ്ഞ് കമ്പ്യൂട്ടർ
ലാപ്ടോപ്പ്. എനിക്ക് കമ്പ്യൂട്ടർ ആയിട്ടുണ്ട്. ഈ സിസ്റ്റം നമുക്ക് എടുത്തിട്ട് വേദനിപ്പിച്ച പോലെ എന്റെ ലാപ്ടോപ്പിലുണ്ട്, കമ്പ്യൂട്ടർ ഉണ്ട്. ഇത് നമുക്കിത് ഇങ്ങനെ കൊടുക്കാം. ഇവിടെ നിൽക്കുന്ന കസ്റ്റമേഴ്സിന് കാണാൻ പറ്റുന്ന രീതിയിലുള്ള സിസ്റ്റമാണത്. അത് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഗൈസ് കണ്ടോ, ഞാൻ സൂപ്പർ മാർക്കറ്റിന്റെ ഏകദേശം ലുക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ സൈഡിൽ ഒരാൾ ഇരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. എന്നിട്ട് ഇവിടെ ലാപ്ടോപ്പ് തുറന്നു വെച്ചിട്ടാണ് ഇവിടെ ഫുഡ് കഴിച്ചോണ്ടിരിക്കുന്നത്. ഡോളിന്റെ ഫുഡ് ഇതാ ഇവിടെ ഉണ്ട്. പിന്നെ ഈ സൈഡിലായിട്ട് ഫ്രിഡ്ജുകള്, വെൻഡിങ് മെഷീൻ ഒക്കെ പോലെ അല്ലേ, അങ്ങനത്തെ സാധനങ്ങൾ ഇവിടെ മൊത്തം വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് അവിടെ ഇങ്ങനെ കുറെ ഫുഡിന്റെ ആ ഒരു സെക്ഷൻസ് അങ്ങനെ 3 എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിന്റെ ഉള്ളിൽ കൂടെ ആൾക്കാർ ഇങ്ങനെ പർച്ചേസ് ചെയ്യാനൊക്കെ നടക്കൂട്ടോ. ഇനി കുറെ സാധനങ്ങൾ സെറ്റ് ചെയ്യാണ്ട് ഗൈസ്. ഞാനിതാ ഇവിടെ ഈ റൂമിന്റെ സെന്ററിൽ തന്നെ നല്ലൊരു മാറ്റ് ഇട്ടിട്ടുണ്ട്. 2 മാറ്റ് അടുപ്പിച്ചിട്ടതാട്ടോ. ഇനി അതിലേക്ക് ഒരു ഫ്ലവർ വേസ് വെക്കാനുള്ള ഒരു ടീപ്പോയ് പോലെ വെച്ചിട്ടുണ്ട്. മറ്റേ മാറ്റിലേക്കും കൂടി നമുക്കൊരു ടീപ്പോയ് വെച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് സോഫ സെറ്റ് ഇതിൽ അറേഞ്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. കണ്ടോ, ഇത് 2 നമ്മൾ അങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് സോഫയാണ് വെക്കേണ്ടത്. അപ്പൊ നമുക്ക് ഡോളിന്റെ വീട്ടിൽ ആരെങ്കിലും ഒക്കെ വരുന്ന സമയത്ത് ഇരിക്കണല്ലോ. അപ്പൊ നമുക്കിതാ ഇതിങ്ങനെ കണ്ടോ, നോക്കി നല്ല സോഫ അങ്ങനെ വെച്ചു കൊടുക്കട്ടോ. നമുക്ക് ഒരു സോഫ ഇവിടെ വെക്കാം. ഇത് നമുക്ക് കറക്റ്റ് പ്രപ്പോർഷൻ കിട്ടുന്നതിനനുസരിച്ചിട്ട് വെക്കുകയാണ്. ഇത് ഈ സൈഡിൽ വെക്കാനുള്ള സോഫയാണ്, അതുകൊണ്ടാണ് ഞാൻ അവിടെ വെച്ചത്. ഗൈസ്, ഞാൻ 4 സോഫ വെച്ചിട്ടുണ്ട്. ഇപ്പുറത്തെ സൈഡിൽ ഈ ഡ്രസ്സിംഗ് റൂമിൻ്റെതായിട്ടുള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സെപ്പറേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ 2 മാറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഇതാണ്ടോ, ഇവിടെ പോയി ഈ ഡ്രസ്സിംഗ് ടേബിള് ഇങ്ങനെ ഒരുങ്ങാനുള്ള സാധനങ്ങളൊക്കെ വെക്കുന്ന സാധനമൊക്കെ വെക്കാനുണ്ട്. അതിൻ്റെ മുന്നേ നമുക്ക് ഈ സോഫയിൽ ആളെ ഇരുത്താം കേട്ടോ. സോഫയിലുള്ള ആളെ ഇവിടെ ഇരിക്കണുണ്ടോ? ഇനി നമ്മൾ മെല്ലെ എടുത്തിട്ട് ഈ സോഫയിൽ ഇരുന്നോളൂ. കാര്യമായിട്ട് എന്തോ പണിയില്ല, അവിടെ ഇരിക്കുന്നുണ്ട്. ഇനി അടുത്ത ആള് സോഫയിൽ കാലൊക്കെ കയറ്റിച്ചിരിക്കുകയാണ്. ഇതെന്താ, അയാളെ നമുക്ക് ഇപ്പുറത്തും ഇരുത്താം. 2 പേര് അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്നുണ്ട്. ഇനി നമുക്ക് ആളെ കിട്ടുന്ന സമയത്ത് ഓരോരോ സൈഡിലായിട്ട് വെച്ചു കൊടുക്കുക. ഈ ഡ്രസ്സിങ് ടേബിൾ ഞാനിതാ ഇവിടെ ഇടാൻ പോവാണ് കേട്ടോ. ഡ്രസ്സിംഗ് ടേബിൾ ഇതാ ഞാൻ അവിടെ വെച്ച്. ഇനി നമുക്ക് ഇപ്പുറത്തേക്ക് ഒരു മിറർ പോലെ സെറ്റ് ചെയ്യാനുണ്ട്. മിറർ അല്ലെങ്കിൽ നമുക്ക് ജനലോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് സെറ്റ് ചെയ്യാട്ടോ. ഇവിടെ എന്റെ ഫ്ലവർ ഷോപ്പിന്റെ പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഞാനിത് ഫ്ലവേഴ്സ് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് കുറച്ച് ഷെൽഫ് ചെയ്യാനുണ്ടായിരുന്നു, അത് ഞാനിവിടെ ചെയ്തിട്ടുണ്ട്. ഇനി എനിക്ക് ഒരു ടീപ്പോയ് ഇട്ട് കൊടുക്കാം. ഇന്റതും ഈ സൂപ്പർ മാർക്കറ്റിന്റെ പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ പണിയിൽ ചെറിയൊരു മിസ്റ്റേക്ക് വന്നത്, അതായത് ഉണ്ടാക്കിയ ഷെൽഫ് ചെറുതായിട്ടൊന്ന് ബെൻഡ് ആയിപ്പോയി. അപ്പൊ അതിന് നേരാക്കാനുണ്ട്. അപ്പൊ നമുക്ക് പൊളിച്ചിട്ട് വേണം അത് നേരാക്കണം എന്നുണ്ടെങ്കിൽ പൊളിച്ചു പണിയണം. അതെ, പൊളിച്ചു പണിയണം. കണ്ടോ, ഈ റാക്ക് വളഞ്ഞു പോയി ഗൈസ്, ഇത് 2 അപ്പൊ നമുക്കിതിങ്ങനെ മെല്ലെ ഇങ്ങനെ പൊളിച്ചെടുക്കാം. ഇതിനി നമുക്ക് ഇങ്ങനെ നേരെ വെച്ചിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കാം. ഓക്കെ, ഞാനിതാ ഗൈസ് ഇത്രയാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ കുറെ പുരോഗമനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ ഓരോന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. ഇവിടെ ഞാനിതാ ഒരു ഹാങ്ങർ വെച്ചിട്ടുണ്ട്. നമ്മളെ താഴെ ഉള്ളതാണ്, അതായത് ഇങ്ങനെ സ്റ്റാൻഡ് പോലത്തെ ഹാങ്ങറിലാണ്. അതിൽ ഞാൻ അതങ്ങനെ ഡ്രസ്സ് വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഗൈസ്, ഞാനിത് അവിടെ ഷെൽഫ് ചെയ്തിട്ടുണ്ട്. അടുത്തായിട്ട് 2 ടീപ്പോയ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ടീപ്പോയിന്റെ മുകളിൽ നമുക്ക് ഇങ്ങനെ ഒരു ഫ്ലവർ വേസും കൂടെ വെച്ചു കൊടുക്കാം. ഫ്ലവറിന്റെ ഷോപ്പല്ലേ, ഇങ്ങനെ വെച്ചുകൊടുത്തിട്ടുണ്ട്. എനിക്ക് ഇവിടെ ഒരു സോഫ ഇടാനുണ്ട്. ഒരു കുഞ്ഞു മഞ്ഞ സോഫയാണ്. ആ സോഫ നമുക്ക് അടുത്ത് ഇടാം കേട്ടോ. ഇതാണ് സോഫ. ഇത് ശരിക്കും ഇവിടെയല്ല, ഇവിടെയാണ് വരേണ്ടത്. എന്ന് വെച്ചാൽ കേറിയിട്ട് തൊട്ട് സൈഡിലുള്ള സോഫയാണ്. ഈ സോഫ കുറച്ച് നമുക്ക് വലുതാക്കണം. അതെ, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നല്ല കുഞ്ഞു സോഫ. ഈ സോഫ ഞാനിതാ ഇവിടെ വെക്കുകയാണ് കേട്ടോ. ഇത് നമുക്ക് കുറെ സ്പേസ് ഉള്ളതുകൊണ്ട് ഇവിടെ കുറച്ച് നേരം ആൾക്കാർ ഇരുന്നോട്ടെ. എനിക്ക് ഇവിടേക്ക് വലിയ സോഫ വേണം, കാരണം ഇത് കുറച്ച് ഇപ്പുറത്തേക്ക് കയറിയിട്ടില്ലല്ലേ. അപ്പൊ ഞാൻ ഷാമീന്റെ അടുത്തുനിന്ന് ഒരു സോഫ കടമെടുത്താൽ 2 സോഫ അല്ലേ, ഒന്നെനിക്ക് തരൂ. ഇതെടുക്കട്ടെ. അപ്പൊ ഞാൻ ഈ സോഫ എടുക്കുന്നുണ്ട് കേട്ടോ. ഈ സോഫ എടുത്തിട്ട് നമുക്ക് കൃത്യമായിട്ട് ഇവിടെ അങ്ങനെ ഇട്ട് കൊടുക്കാം.
ഞാനിതാ ഗൈസ് ഒരുവിധമൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇപ്പൊ കൂടുതൽ ഭംഗിയാക്കാനുള്ള ഓരോരോ കാര്യങ്ങൾ ചെയ്തോണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഏകദേശം ഒന്ന് സെറ്റ് ആയി വരുന്നുണ്ട് ഗൈസ്. എനിക്ക് കുറെ പണികളുണ്ട്. അതായത് ഇങ്ങനെ കുറച്ച് ഈ ഒരു സാധനങ്ങളൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കണമല്ലോ. സൂപ്പർ മാർക്കറ്റില്ലേ, ഇപ്പൊ കുപ്പികൾ വെക്കാണ്ട്, പൊടികൾ വെക്കാണ്ട്, സാധനങ്ങൾ ഫില്ല് ചെയ്ത് കൊടുക്കാണ്ട് ഇവിടൊക്കെ. ഇപ്പൊ ഞാൻ കൗണ്ടറിന്റെ മുകളിൽ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. കൗണ്ടർ ആ പെൺകുട്ടി നിൽക്കുന്നതിന്റെ മുകളിലായിട്ട് ഇങ്ങനെ ഓരോ സാധനങ്ങൾ ഡെക്കറേറ്റ് പീസസ് വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഞാനിതൊരു ചെടിച്ചട്ടി വെച്ചിട്ടുണ്ട്, ഫ്രെയിം വെച്ചിട്ടുണ്ട്, പിന്നെ ഒരു കേർട്ടൻ പോലെ വെച്ചിട്ടുണ്ട്. അതേപോലെ ഇനിയുണ്ട്, അത് നമുക്ക് ഇങ്ങനെ വെക്കാം. ഇത് എടുത്തിട്ട് നമുക്ക് ഇവിടെ വെച്ചു കൊടുക്കാം. ഇത് ഗ്ലാസ് ആണല്ലോ, അപ്പൊ ഗ്ലാസിന്റെ മുകളിൽ ഇങ്ങനെ ഡെക്കറേഷൻ പീസസ് വേണ്ടേ, അപ്പൊ അത് ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. ഞാനിത് എൻട്രൻസ് കയറി ഇപ്പുറത്ത് തന്നെ വലിയൊരു ഫ്ലവറിന്റെ ഒരു ശേഖരം തന്നെ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ഈ മാറ്റ് നമുക്ക് ഇവിടെ ഇടണോ? ഈ മാറ്റ് ഇവിടെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ ഫ്ലവർ മാറ്റ് ഞാനിത് ഇവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ചെയർ, ഇവിടെ ഒരു ചെയർ, നടുവൊരു ടീപ്പോയി. അത് രസമുണ്ടാവൂലേ? നല്ല രസമുണ്ടാവും. അപ്പൊ ദാ ഈ കുഞ്ഞു ചെയർ എടുത്തിട്ട് ഇതാ ഇങ്ങനെ ഇവിടെ ഒരു ചെയർ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഈ രണ്ടാമത്തെ ചെയർ ഇതാ ഇവിടെ ഞാനിങ്ങനെ കൊടുത്ത് ഇവിടെ നമുക്ക് ടീപ്പോയ് ഇടാം കേട്ടോ. ഒരു ഫ്ലവറിന്റെ ഷേപ്പ് ഒക്കെ മുകളിൽ വരുന്ന ഒരു ടീപ്പോയ് ഉണ്ട്, അത് ഇവിടെ ഇങ്ങനെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ 2 ചെയർ, ഒരു ടീപ്പോയ്, ഇവിടെ ബാക്കിൽ ഫുള്ള് ഫ്ലവേഴ്സിന്റെ കളക്ഷനും ഞാൻ ചെയ്താ ഗൈസ് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ ഞാൻ ലിവിംഗ് ഏരിയയിലുള്ള കുട്ടികൾ ഇരിക്കുന്നതും സോഫ സെറ്റ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ സൈഡിൽ മൊത്തം ഞാൻ റെഡി ആക്കിയിട്ടുണ്ട്. ഇവിടെ എന്ന് പറയുന്നത് വാർഡ്രോബ് ഉണ്ട്, പിന്നെ ഡ്രസ്സിംഗ് ഏരിയ ഉണ്ട്, പിന്നെ ഈ ഡ്രസ്സിങ്ങിനുള്ളതും ചെരുപ്പുകളും മേക്കപ്പിനുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് സാധനങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു ഏരിയ ആണിത്. അതൊക്കെ ഞാൻ അതവിടെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഡോളിന്റെ ഹൗസ് ആണല്ലോ, അപ്പൊ ഇവിടുന്നാണ് ഡ്രസ്സൊക്കെ ഇട്ട് ഒരുങ്ങിയിട്ടൊക്കെ പുറത്തേക്ക് പോവാ, ഷാമിന്റെ സൂപ്പർ മാർക്കറ്റിലേക്കും ഫ്ലവർ ഷോപ്പിലേക്കൊക്കെ പോവാ. അപ്പൊ അതിനുള്ള രീതിയിലുള്ള എല്ലാ സെറ്റപ്പും ഞാൻ അവിടെ ചെയ്തിട്ടുണ്ട്. ഈ മാറ്റിൽ കണ്ട ഒരു നായ്ക്കുട്ടി ഇരിക്കുന്നത് ഗൈസ്. ഇവിടേക്ക് ഒരുപാട് കസ്റ്റമേഴ്സ് ഇപ്പൊ ഓൾറെഡി ഭയങ്കര തിരക്കുള്ള കട കേട്ടോ. അപ്പൊ നമുക്ക് ഒരു കസ്റ്റമറെ കൂടെ ഇത് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. തൊട്ടടുത്താണ് നമ്മൾ വെവ്വേറല്ലേ, നീ സൂപ്പർ മാർക്കറ്റും ഞാൻ ഫ്ലവർ ഷോപ്പും അല്ലേ. ഓ അങ്ങനെ സെയിൽ കുറയുന്നുണ്ടല്ലേ. അടുത്ത കസ്റ്റമർ, ഈ കസ്റ്റമറും കൂടി ഈ ടേബിളിന്റെ ചുറ്റിനും നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ദാ ഇവർ രണ്ടുപേരും സംസാരിക്കുകയാണ്. ഇവര് യാദൃശ്ചികമായിട്ട് കണ്ടുമുട്ടിയതാണ്. ഇത് ബില്ല് ചെയ്യാൻ നിൽക്കുകയാണ്. ഈ കൗണ്ടറിൽ ആളില്ല. ഈ കുട്ടിക്ക് ഇങ്ങോട്ട് പോയാൽ മതി, ഈ കൗണ്ടറിൽ ആളുണ്ട്. പിന്നെ ഇവിടെ കസ്റ്റമേഴ്സ് മാത്രമല്ല, കസ്റ്റമേഴ്സിന് റെസ്റ്റ് ചെയ്യാനുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഇതുണ്ട്, ഒരു സോഫ സെറ്റ് ഇവിടെ, ഒരു സോഫ സെറ്റ് ഇവിടെ, ഇവിടെ നോർമൽ ചെയർ ഇവിടെ. കുറച്ച് പ്രീമിയം ഫ്ലവർ ഷോപ്പാണ്. അതെ, കുറച്ച് ഹൈടെക് ഫ്ലവർ ഷോപ്പാണ്. അതിനോട് തന്നെ 2 കൗണ്ടേഴ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. കണ്ടോ, സ്ത്രീക്ക് മാത്രമല്ല എനിക്കും ഉണ്ട് 2 കൗണ്ടർ. ഇതാ ഒരു കൗണ്ടർ ഇതാ അവിടെ, ഒന്ന് ഇതാ അവിടെ, 3 ആ ഒരു സാധനം വെക്കാനുള്ള സ്ഥലം അവിടെ ഉള്ളത്. ഓ അങ്ങനെ മനസ്സിലായോ? സ്ഥലമാണ്. അപ്പൊ 3 എണ്ണെങ്കിലും വേണം മിനിമം. ഇനിയും വരുന്നുണ്ട് അപ്ഡേഷൻസ് ഒക്കെ. പിന്നെ കുറെ കസ്റ്റമേഴ്സ് വന്നോണ്ടിരിക്കും. അപ്പൊ വരുന്നുണ്ട്, കണ്ടോ അവിടെ എത്തിയിട്ടുള്ളൂ. അതൊക്കെ ശരിയാണ്. പക്ഷെ എനിക്ക് വേറൊരു കാര്യം പറയാനുണ്ട്. ആ ഏരിയയിലുള്ള ഏറ്റവും റിച്ചസ്റ്റ് ആയിട്ടുള്ള ഡോളിന്റെ വീടാണിത്. ഇവിടുന്ന് വേണം നിങ്ങളെ സ്ഥലത്തേക്കൊക്കെ ആൾക്കാർ വരാൻ വേണ്ടിയിട്ട്. കാര്യം എന്താ വെച്ചാൽ കണ്ടോ, ഇവർക്കൊക്കെ എത്ര ഡ്രസ്സാ നോക്ക്. ഇവിടെ കുറെ ഡ്രസ്സ്, ഇവിടെ ഡ്രസ്സ്, എല്ലായിടത്തും ഡ്രസ്സും. ഞാൻ ഒരു കസ്റ്റമറെ ഇതാ ഇവിടെ എടുത്തിട്ട് പ്ലേസ് ചെയ്ത് കൊടുക്കാണ്. ട്വിൻസ് ആണ് കേട്ടോ. കണ്ടോ ട്വിൻസോ? ഇത് ഐസ്ക്രീം വാങ്ങാൻ വേണ്ടി പോവാണ് ഇവിടെ. ട്വിൻസ് ഒരാളിവിടെ. പിന്നെ വേറൊരാളുണ്ട് കാണിച്ചതാ മെയിനാക്ക്. അതാ ഇത് കണ്ടോ, പെറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഷോപ്പാണ്. ഇത് കണ്ടോ, പേഴ്സ് ഒക്കെ ആയിട്ട് വരുന്നുണ്ടോ. പേഴ്സ് ആയിട്ട് ഇവിടെ നിന്നിട്ടോ. അയ്യോ അത്രയും ചെറുതാണിത്. പേഴ്സ് ആയിട്ട് ഇതാ ഈ ഫ്രിഡ്ജിന്റെ അടുത്ത് പോയിക്കോട്ടെ, അവിടെ നോക്കിക്കോട്ടെ എന്തൊക്കെ വേണ്ടത്. അപ്പൊ അതാ ഒരു ഡോഗിനെ ഞാൻ അതവിടെ വെച്ചിട്ടുണ്ട്. എന്റെ വീടും പിന്നെ അതിനുള്ള ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ ഏകദേശം കഴിയാനായിട്ടുണ്ട് ഗൈസ്. ഞാനിപ്പോ അലങ്കുലപ്പണികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് പിന്നെ സൂപ്പർ മാർക്കറ്റ് ആയതുകൊണ്ട് തന്നെ കുഞ്ഞു സാധനങ്ങൾ അവിടെ ഇവിടെ ഫിറ്റ് ചെയ്യാണ്ടല്ലോ. എനിക്ക് ഫിറ്റ് ചെയ്യാണ്ട്. പിന്നെ ശ്രീക്കും അതേപോലെ എനിക്ക് ഷോപ്പ് ആയതുകൊണ്ട് ഒരുപാട് സാധനങ്ങൾ ഷെൽഫ് ഒക്കെ ഫിറ്റ് ചെയ്യാനുണ്ട്. എനിക്കുണ്ട് ഒരുപാട്. ഇവിടെ ബുക്കുകൾ, ഗ്ലോബ്, ബാഗ്, ഡ്രസ്സിന് ഇഷ്ടം പോലെ ഉണ്ട്. ഞാനിതാ ഇവിടത്തെ മുകളിലെ ഷെൽഫിൽ ഇവിടെയൊക്കെ നിറഞ്ഞിട്ടത് ഇത് ഉണ്ട്. ഇവിടെ 3 ഷെൽഫ് ഓൾറെഡി ഉണ്ട്. പിന്നെ ഇവിടെ സൈഡിലൊക്കെ ഷെൽഫ് ഉണ്ട്, ഇവിടെ ഷെൽഫ് ഉണ്ട്. അപ്പൊ അവിടെയൊക്കെ നിറഞ്ഞിട്ടുള്ള ഫ്ലവേഴ്സ് എന്നുള്ള രീതിയിലാണ് ഇവിടെ നിൽക്കുന്നത്. എന്നാൽ നമുക്കൊരു പണിയാ, ഫസ്റ്റ് ഇവിടെ ഫില്ല് ചെയ്യാം കേട്ടോ. ഇങ്ങനെ ഫ്ലവേഴ്സ് വെച്ചിട്ട് ഫില്ല് ചെയ്യാം. ഇതിവിടെ വെച്ചു. നീ കുഞ്ഞു ഈ ഫ്ലവേഴ്സ് ഇതിവിടെ വെച്ചു. പിന്നെ ഈ പിങ്ക് ഫ്ലവർ പോട്ട്, ഇതൊരു സ്പെഷ്യൽ ടൈപ്പ് ഫ്ലവർ ആണെന്ന് തോന്നുന്നു. ഇത് നമുക്ക് ഇവിടെ വെക്കാം. ഈ ബ്ലൂ പോട്ട് നമുക്ക് അതിൻ്റെ തൊട്ടടുത്ത് കൊടുക്കാം.
ഇവിടെ കൊടുത്തു. ഇനി നമുക്കിത് ഈ റെഡ് വലിയ ഫ്ലവർ, ഇത് ഭയങ്കര മൂവിങ് ഉള്ള ഫ്ലവറാണ് മിസ്. അതിനോട് തന്നെ ഒരുപാട് കോപ്പീസ് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഉണ്ട് റെഡ് ഫ്ലവർ, ഇവിടെ ഉണ്ട് റെഡ് ഫ്ലവർ. പിന്നെ ഓർക്കിഡ് നമുക്ക് കൊടുക്കണം. ഈ ഓർക്കിഡ് എടുത്തിട്ട് അറ്റത്തേക്ക് ഇവിടെയും കൂടെ നമുക്ക് കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്കിത് ഇവിടെയൊക്കെ ഫില്ല് ചെയ്യാനുണ്ട് കേട്ടോ. അത് ഇവിടെ വരെ എത്തിയിട്ടേ ഉള്ളൂ. ഈ പോർഷനൊക്കെ നമുക്ക് ഇനി ഫില്ല് ചെയ്ത് വരാം. അങ്ങനെ നമ്മുടെ 3 മിനി ഡോൾ വേൾഡ് ഇത് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇവിടെ മിനി ഡോൾ ഹൗസ് ഉണ്ട്, പിന്നെ ഡോളിന് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, പിന്നെ ഡോളിന്റെ ഫ്ലവേഴ്സ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്ലവർ ഷോപ്പ് ഇവിടെ ഉണ്ട്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് മിനി ഡോൾ ഹൗസിലേക്ക് വരാം. അത് എന്റേതാണ്. സൂപ്പർ മാർക്കറ്റിലേക്ക്. അപ്പൊ ഗൈസ്, ഇതാണ് മിനി ഡോൾ ഹൗസ്. ഇവിടെ നമുക്ക് ആദ്യം തന്നെ സ്റ്റെപ്പ് കയറി വരുന്ന സമയത്ത് ഇവിടെ ഒരു മാറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പൊ നമ്മളെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡോൾ ഇവിടെ നിൽക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു കുഞ്ഞു പട്ടിക്കുട്ടി ഉണ്ട്. അപ്പൊ വന്നവരുടെ ചെരുപ്പ് ഊരിടാനും ഡോളിന്റെ ചെരുപ്പ് ഊരിടാനൊക്കെ ഉള്ള ഒരു ചെരുപ്പിന്റെ സ്റ്റാൻഡ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇപ്പുറത്ത് വേറെ ഒരു മിനി ഡോളും ഉണ്ട്. ഇപ്പുറത്ത് 2 ചെടിച്ചട്ടികളാണ്. പിന്നെ ഇവിടെ കുറേ സാധനങ്ങളുണ്ട്, അതിലേക്ക് നമുക്ക് വരാം. അപ്പൊ കയറി വരുന്നോടെ തന്നെ നമുക്ക് ഇതാ ഒരു ലിവിങ് ഏരിയ ആണ്. ഇവിടെ 2 ടീപ്പോയും 2 മാറ്റും കുറേ സോഫകളൊക്കെ ആയിട്ട് ഇവിടെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ 1, 2 ഡോൾ ഇരിക്കുന്നുണ്ട്. 2 ആളും ഇങ്ങനെ സോഫയമേൽ ഇരിക്കുകയാണ്. ഈ ഡോൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നതാണ് കേട്ടോ. അപ്പൊ അതാണ് ഷോപ്പിംഗ് ബാഗ് ഒക്കെ ഇവിടെ വെച്ചിട്ടുള്ളത്. ഒരു പട്ടിക്കുട്ടി ഇവിടെ ഇരിക്കുന്നുണ്ട്. ഈ ഡോൾ ഇവിടെ മറ്റേ സൂയിങ് ചെയ്തോണ്ടിരിക്കുകയാണ്. അതിന്റെ പാത്രവും അതിന്റെ ഉള്ളിൽ ഒരു ക്ലോത്ത് ഒക്കെ വെച്ചിട്ടുണ്ട്. ഈ വീട് മുഴുവൻ എന്ന് പറയുന്ന പോലെ ഡോളിന് റെഡി ആവാനുള്ള ഏരിയാസ് ആണ്. അതിന്റെ ഒരു ഏരിയ ആണ് കേട്ടോ ഇത്. ഇവിടെ സ്റ്റാൻഡിങ് ഹാങ്ങർ പോലെ കൊടുത്തിട്ടുണ്ട്. ഇതില് നമുക്ക് തൊപ്പി വെച്ചിട്ടുണ്ട്. ഇപ്പുറത്തെ 2 സൈഡില് ഡോളിനുള്ള ഡ്രസ്സുകളും തൊപ്പിയും ബാഗും ഒക്കെ മേലെ ഇങ്ങനെ സ്റ്റാക്ക് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു കുഞ്ഞു പൂച്ചക്കുട്ടി ഉണ്ട്. അതിലേക്ക് എത്തി നോക്കുന്ന പോലെ ഇവിടെ നിൽക്കുകയാണ് കേട്ടോ. ഈ ഡോള് ഡ്രസ്സിങ്ങിന്റെ റൂമിന്റെ ആ ഭാഗത്തേക്ക് വന്നിട്ട് തിരിച്ചു പോകുന്ന ഒരു കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. ഇപ്പുറത്ത് ഇതാ ഒരു പില്ലർ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതുപോലെ തന്നെ ഒരു കുഞ്ഞു സ്റ്റാൻഡും പിന്നെ ഈ ഹാങ്ങറിന്റെ മുകളിൽ ഡ്രസ്സ് ഇങ്ങനെ ഇട്ട് വെച്ചതാണ്. അതായത് പുതുതായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നതായിരിക്കും. അത് അങ്ങനെ വെച്ചിട്ടുണ്ട്. ഇവിടെ ഇതേപോലെ തന്നെ തൊപ്പി തൂക്കിയിട്ടിട്ടുണ്ട്. കുഞ്ഞു പൂക്കളുണ്ട്. കുറച്ച് ബുക്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഇവിടുന്ന് നമുക്ക് ഇവിടേക്ക് ഒരു പാർട്ടീഷൻ പോലെയാണ്. ഈ ഏരിയയിൽ മൊത്തം ഡോളിന്റെ ഡ്രസ്സിങ് ഏരിയ ആണ്. ഇവിടെ ഒരു ഡ്രസ്സിംഗ് റൂം ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ ഒരു ചെയർ ഇട്ടിട്ടുണ്ട്. ഇപ്പുറത്തെ സൈഡിൽ ഹാങ്ങർ ഉണ്ട്. ഇവിടെ പുറത്തേക്കുള്ള ജനലാണ് കേട്ടോ കാണുന്നത്. ഇതിന്റെ തൊട്ട് താഴെ തന്നെ ഒരു ഡ്രസ്സിംഗ് ടേബിൾ ഉണ്ട്. അതിന്റെ അവിടെ ഈ സീറ്റിൽ ഒരു ഡോൾ ഇരിക്കുന്നുണ്ട്. ആ ഡോളിന്റെ പോലെ തന്നെ തോന്നുന്നു ഒരുപാട് ചെരുപ്പുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ചെരുപ്പിന്റെ സ്റ്റാൻഡ്, ഇവിടെ ഒരു ചെരുപ്പിന്റെ സ്റ്റാൻഡ്, ഇവിടെ ഒരു ചെരുപ്പിന്റെ സ്റ്റാൻഡ്, അങ്ങനെ ഒരുപാട് ചെരുപ്പുകളും ചെരുപ്പിന്റെ സ്റ്റാൻഡൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ തൊപ്പി വെച്ചിട്ടുണ്ട്, ബാഗ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ഡോൾ ഇതാ കവർ പിടിച്ചിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട്. പുതിയ ഡ്രസ്സ് വാങ്ങിയത് ഈ ഹാങ്ങറിൽ കൊണ്ടിടാൻ വേണ്ടി വരുന്നതാണ്. അവിടെ നിന്ന് ഇങ്ങനെ കറങ്ങി വരുമ്പോൾ ഇവിടെ ഒരു കുഞ്ഞു മാറ്റിൽ ഒരു ഡോൾ ഇരിക്കുന്നുണ്ട്. ഒരു പട്ടിക്കുട്ടി ഉണ്ട്. പിന്നെ ഈ സ്യൂ ചെയ്യുന്ന ഒരു കൊട്ട പോലത്തെ സാധനം ഉണ്ട്. പിന്നെ ആ ഡോളിന്റെ കുഞ്ഞൊരു ഡോൾ ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ മൊത്തം ഡ്രസ്സ് വെക്കുന്ന ഏരിയ ആണ് കേട്ടോ. പിന്നെ ഇവിടെ ഡ്രസ്സും ബാഗും ബുക്കും ഒക്കെ വെക്കുന്ന ഇവിടെ മൊത്തത്തിൽ അങ്ങനെ ഒരു ഏരിയ ഉണ്ട്. അങ്ങനെ മൊത്തത്തിൽ എൻ്റെ ആ ഒരു ഡോൾ ഹൗസ് ഇങ്ങനെയാണ് ഗൈസ് ഉള്ളത്. എനിക്ക് നല്ലപോലെ ഇഷ്ടമായിട്ടുണ്ട്. നമ്മൾ ഡ്രീമി ആയിട്ട് കാണുന്ന ഒരു രീതിയിലുള്ള ഒരു ഡോൾ ഹൗസ് ആണ് കേട്ടോ അത്. ഇനി ഗൈസ്, ഇന്റെ ഡോളുടെ സൂപ്പർ മാർക്കറ്റിലേക്ക് സ്വാഗതം. ഇത് കണ്ടോ, ഇതൊരു കടലിന്റെ സൈഡിലുള്ള ഒരു സൂപ്പർ മാർക്കറ്റ് ആണ്. അവിടെ കടലുണ്ടില്ലെങ്കിൽ ഇത് കടലാണ്. ഇതിന്റെ അടുത്തുള്ള ഒരു സൂപ്പർ മാർക്കറ്റ് ആണ് ഇത് കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ എൻട്രൻസ് വരുന്നത്. അപ്പൊ എൻട്രൻസ് തന്നെ ഒരാൾ ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അടിച്ചു വരികൊണ്ടിരിക്കുക കേട്ടോ. പിന്നെ ഇത് ഈ ഒരു സൈഡിലായിട്ടാണ് 6 റാക്ക് വരുന്നത്. ഇതിൽ മൊത്തം നമ്മൾ സാധനങ്ങൾ ഇങ്ങനെ ഫിറ്റ് ചെയ്ത് കൊടുത്താട്ടോ. ഈ 2 റാക്കിൽ സാധനങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ഈ സാധനങ്ങളൊക്കെ നമ്മളിങ്ങനെ കുഞ്ഞായിട്ട് ഇതിലിങ്ങനെ ഒട്ടിച്ചു കൊടുത്തതാണ്. പിന്നെ അവിടെ ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട്. കുഞ്ഞു കസ്റ്റമേഴ്സ് ഉണ്ട്, വലിയ കസ്റ്റമേഴ്സ് ഉണ്ട്. പക്ഷെ എല്ലാ കസ്റ്റമേഴ്സിനും ഒരുപോലെ തോന്നുന്നത് മെയിലേക്ക് കേട്ടോ. പിന്നെ ഇവിടെ പുറത്തേക്ക് കാണുന്ന ഇവിടെ റോഡാട്ടോ. ഇവിടെ പുറത്തേക്ക് കാണുന്ന ഒരു വ്യൂ ഉണ്ട്.
അവിടെ ഒരു കുട്ടി ഇരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്, ലാപ്ടോപ്പിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ആ കുട്ടി കഴിക്കുന്ന ഫുഡുകൾ ഇത് അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ വോളാണ്, ഇതൊക്കെ വോളിന്റെ ഡെക്കറേഷൻ ആയിട്ട് കൊടുത്തതാണ്. പിന്നെ അത് ഈ വോളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഫുഡിന്റെ സാധനങ്ങളൊക്കെ ഈ ഒരു റാക്കിലായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു സൈഡ് എന്ന് പറയുന്നത് ഫുള്ള് ഫ്രിഡ്ജ്, ബോട്ടിൽസ്, അങ്ങനെ പാക്ഡ് ആയിട്ടുള്ള ഫുഡിന്റെ ഒരു ഏരിയ ആണ് ഇത് മൊത്തത്തിൽ വരുന്നത്. പിന്നെ ഇതാ അവിടെ ഐസ്ക്രീമിന്റെ ഇവിടെ ഉണ്ട്, ഇവിടെയും 2 എണ്ണം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ അല്ലാത്ത ഒരുപാട് വെറൈറ്റി സാധനങ്ങൾ, ബലൂൺസ്, കൊടകള്, അങ്ങനത്തെ കുറെ സാധനങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ കൗണ്ടേഴ്സ് വരുന്നുണ്ട് കേട്ടോ, 2 കൗണ്ടർ വരുന്നുണ്ട്. ഈ കൗണ്ടറിൽ ഒരു കുട്ടി മാത്രമേ ഉള്ളൂ ഗൈസ്. ഇവിടെ ലാപ്ടോപ്പ്, കുഞ്ഞു കമ്പ്യൂട്ടർ കൂടെ ഉണ്ട്. പിന്നെ അവിടെ ആയിട്ട് ഇതൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടെ ചെടികൾ വെച്ചിട്ടുണ്ട്. ഇവിടെ അൺബോക്സ് ചെയ്യാത്ത പെട്ടികൾ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് സാധനങ്ങൾ വെച്ചിട്ട് ഞാനിതാ ഈ സൈഡും ഒക്കെ ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ശരിക്കും ഒരു സൂപ്പർ മാർക്കറ്റ് പോലെ തന്നെ ഉണ്ട് കേട്ടോ ഇതിൽ കാണാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഗൈസ്. അടുത്തത് ഗൈസ് ഇന്റെ ഫ്ലവർ ഷോപ്പിലേക്ക് സ്വാഗതം. നല്ലൊരു പുൽമേടിന്റെ നടുവിലാണ് ഈ ഒരു ഫ്ലവർ ഷോപ്പ് നിൽക്കുന്നത്. ദേ ഇവിടെ നിന്ന് ഇങ്ങനെ സ്റ്റെപ്പ് കയറി വരുമ്പോൾ തന്നെ ഇവിടെ ഒരു മാറ്റ് ഉണ്ട്. ഇവിടെ ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട്. അതാണ് ഈ ഫ്ലവർ ഷോപ്പിന്റെ ഒരു പ്രത്യേകത. ദേ ഒരു കസ്റ്റമർ ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, മൊത്തം കസ്റ്റമേഴ്സ് ആണ് കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ കയറി വരുമ്പം ഒരു മാറ്റ് ഇട്ടുണ്ട്. ഈ സ്പേസ് എന്ന് പറഞ്ഞാൽ നമുക്ക് പക്ക ഹാങ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് ആണ്. ഇങ്ങോട്ട് വരുമ്പം ദാ ഇവിടെ ചെറുതായിട്ട് ഫ്ലവേഴ്സ് ഒക്കെ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. ഈ സ്റ്റാൻഡിലുള്ള ഫ്ലവേഴ്സ് ഇനി വരുന്നേ ഉള്ളൂ. ഇവിടേക്ക് ഇങ്ങനെ പോകുമ്പം 2 ചെയർ, ഒരു സോഫ, ഇതൊക്കെ ഇട്ടിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് ഗൈസ് നമ്മുടെ വ്യൂ വരുന്നത്. അപ്പോൾ അത് ഇവിടെയും കുറേ ഫ്ലവേഴ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കിയിരിക്കുമ്പം നല്ലൊരു ഒരു റിഫ്രഷിങ് ഏരിയ എന്ന് വേണമെങ്കിൽ ഈ ഒരു ഏരിയനെ പറയാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങുമ്പോഴാണ് നമ്മുടെ ഫ്ലവർ ഷോപ്പിന്റെ മെയിൻ ഭാഗം വരുന്നത്. ദേ ഇവിടെ തന്നെ ഒരു സ്റ്റാൻഡ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ പിന്നെ ഒരു ടീപ്പോയ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു കസ്റ്റമർ നിൽക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് നമ്മുടെ മെയിൻ ഡിസ്പ്ലേസ് ഒക്കെ ഉള്ളത്. ഇവിടെ മൊത്തം ഷെൽഫ്സ് ആണ്. ഇവിടെ മൊത്തം പല വെറൈറ്റി തരത്തിലുള്ള ചെടികൾ മൊത്തം ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇത് മൊത്തം ചെടികളുടെ ഷെൽഫാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. നമുക്ക് 2 കൗണ്ടേഴ്സാണ് വരുന്നത്. ഇതൊരു വലിയ കൗണ്ടറാണ്, ഇതൊരു കുഞ്ഞു കൗണ്ടറാണ്. ഈ കൗണ്ടറിൽ ആളുണ്ട്, ഇവിടെ ആളില്ല കേട്ടോ. കസ്റ്റമർ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് പിന്നെ പെറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഷോപ്പാണ് ഗൈസ്. അതുകൊണ്ട് തന്നെ ഒരുപാട് പെറ്റ്സ് നിങ്ങൾക്ക് ഇവിടെ കാണാം. നമുക്ക് ഇവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. അതിനോട് തന്നെ മുകളിലത്തെ റാക്കിലാണ് നമ്മൾ മെയിൻ ആയിട്ടുള്ള ഫ്ലവേഴ്സ് എല്ലാം കയറ്റി വെച്ചത് കേട്ടോ. അതവിടെ ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ട്. പിന്നെ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ദേ ഇവിടെ ഒരു കസ്റ്റമർ നിൽക്കുന്നുണ്ട്. ഇവിടെ വലിയൊരു വിൻഡോന്റെ വ്യൂ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കസ്റ്റമർ. പിന്നെ ദേ ഇവിടുന്ന് ഇങ്ങോട്ട് വരുമ്പം ഇവിടെ നമുക്ക് ചെറുതായിട്ട് ബുക്സ് ഒക്കെ ഇങ്ങനെ സ്റ്റാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് വേണമെങ്കിൽ എന്താ പറയുക, കസ്റ്റമർക്ക് ബോറടിക്കുമ്പോൾ വേണമെങ്കിൽ ഒന്ന് ബുക്ക് വന്ന് നോക്കി, നമ്മുടെ തന്നെ ബുക്കും സാധനങ്ങളും ഒക്കെ ആണല്ലോ. അപ്പോൾ അത് നമ്മുടെ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി കൂടിയാണ്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പം ഇവിടെ ഇരുന്നിട്ട് വേണമെങ്കിൽ കസ്റ്റമറിന് ചായ കുടിക്കാം, ഇവിടെ ഇരുന്നിട്ട് വേണേൽ ചായ കുടിക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അങ്ങനെ മൊത്തത്തിൽ എല്ലാ സൗകര്യങ്ങളും നിറഞ്ഞ ഒരു ഫ്ലവർ ഷോപ്പാണ് ഗൈസ് ഇത്. അപ്പൊ ഗൈസ് നിങ്ങൾക്ക് ഞങ്ങളുടെ മിനി ഡോൾ വേൾഡ് ഇഷ്ടമായിട്ട് വിചാരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഏതാണെന്ന് എന്തായാലും കമന്റ് ബോക്സിൽ പറയാം കേട്ടോ. ഞങ്ങൾ 3 പേർക്കും 3 ഇഷ്ടമായി. കാരണം 3 തീമിലാണല്ലോ വന്നിട്ടുള്ളത്. ഒന്ന് ഹൗസ് ആണ്, ഒന്ന് സൂപ്പർ മാർക്കറ്റ് ആണ്, ഒന്ന് ഫ്ലവർ ഷോപ്പ് ആണ്. അപ്പൊ 3 തീമിലായതുകൊണ്ട് 3 ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പൊ നിങ്ങൾക്ക് ഏതാ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് എന്തായാലും കമന്റ് ബോക്സിൽ പറയാം. ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങി ചെയ്തു കേട്ടോ, നല്ല രസമാണ്. സമയം പോകാൻ വളരെ നല്ലതാണ്. പിന്നെ നമുക്ക് നല്ല എൻജോയബിൾ ആയിട്ട് ചെയ്യാനും പറ്റും. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം നേരെ താഴെ കമന്റ് ബോക്സിൽ പറയാം. മറ്റൊരു അടിപൊളി വീഡിയോ ഇട്ടപ്പോൾ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ വരും. അതുവരെ ദിസ് ഇസ് ശ്രീലക്ഷ്മി, ദിസ് ഇസ് ഷാമിയ, ദിസ് ഇസ് സഞ്ജിത. സൈനിങ് ഓഫ്.